എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനവും തുടർന്ന് അദ്ദേഹം നടത്തിയ വിശ്വാസ പ്രഘോഷണ യാത്രയും താൻ പ്രഘോഷിച്ച വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത മാർത്തോമാ ശ്ലീഹായുടെ ആ സ്മരണകൾ നമ്മുടെ സഭയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതത്തിന് കരുത്തു പകരുന്നുണ്ടെങ്കിൽ അത്തരം ഒരു പുണ്യദിനത്തിൽ ഈ ജില്ലയുടെ ഭരണസിരാ കേന്ദ്രമായ കളക്ടറേറ്റിൽ ഇവിടെ അണിനിരക്കേണ്ടി വരുന്ന ഏറ്റവും ദുഃഖകരമായ വേദനാജനകമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. തൃശൂർ അതിരൂപത ഇന്ന് അവകാശ ദിനമായി ആചരിക്കുകയാണ്. തൃശൂർ അതിരൂപത അവകാശ ദിനമായി ആചരിക്കുന്നത് രണ്ട് പ്രധാന കാരണങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ്. ഒന്ന്, നമുക്കറിയാം, തോമസ് ശ്ലീഹായുടെ ഈ പുണ്യദിനത്തിൽ ജൂലൈ 3 അവധി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് പതിറ്റാണ്ടുകളായി നാം ഉയർത്തുന്ന മുദ്രാവാക്യം പലപ്പോഴും ബധിരകർണങ്ങളിലാണ് പതിക്കുന്നത് എന്നതുകൊണ്ടാണ് നമുക്ക് ഒത്തൊരുമിച്ച് വീണ്ടും ഇവിടേക്ക് വരേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പള്ളികളിൽ എത്തിച്ചേരുകയും നിർബന്ധമായും ആരാധനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ട പുണ്യദിനം, അത്തരം ഒരു ദിനം അവധിയായി പ്രഖ്യാപിക്കണമെന്ന എത്രയോ കാലങ്ങളായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിലവിൽ അവധി പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമല്ല, യൂണിവേഴ്സിറ്റി പരീക്ഷകളും മറ്റ് മത്സര പരീക്ഷകളും ഇന്നത്തേക്ക് നിശ്ചയിച്ചു. എന്തിനേറെ പറയുന്നു, നമ്മുടെ തൃശ്ശൂരിൽ അധ്യാപകരുടെ പരിശീലന പരിപാടി ഇന്ന് നടക്കുകയാണ്. അങ്ങനെ പതിറ്റാണ്ടുകളായി നാം ഉയർത്തുന്ന ഈ മുദ്രാവാക്യത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള സർക്കാർ നിലപാടിനെതിരെ അതിശക്തമായി പ്രതികരിക്കുന്നതിനാണ് നാം ഇവിടെ എത്തിച്ചേർന്നത്. അപ്പൊ ജൂലൈ 3 അവധി ദിനമായി പ്രഖ്യാപിക്കണം എന്നാണ് നമ്മുടെ ആദ്യത്തെ ആവശ്യം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി പ്രസിദ്ധീകരിച്ച് തുടർ ചർച്ചകൾ ആരംഭിച്ച് നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. നമുക്കറിയാം, കേരളത്തിന്റെ വളരെ സവിശേഷമായ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്ന് നമുക്കറിയാം. ആ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നാം നേരിടുന്ന നിരവധിയായ അവകാശ നിഷേധങ്ങളും അവഗണനകളുടെയും ഒരു നീണ്ട പരമ്പര നമുക്കുണ്ട്. അത് 2008 ആരംഭിച്ച ന്യൂനപക്ഷക്ഷേമ വകുപ്പ് അത് ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. 2013 രൂപീകരിച്ച സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 4 ടേമുകളായിട്ടും ഈ സമുദായത്തിൽ നിന്നും ഒരാളെ പോലും ഇതുവരെ ചെയർമാൻ പദവിയിലേക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കടുത്ത വിവേചനമായി നമ്മൾ കാണുകയാണ്. 1% പോലും സംവരണമില്ലാത്ത ഒരു സമുദായമാണ് നമ്മുടേത്. നമ്മൾ മാത്രമല്ല, നായർ സമുദായവും ബ്രാഹ്മണ സമുദായവും ഉൾപ്പെടെ സംവരണേതര സമൂഹം, 1% പോലും സംവരണമില്ലാത്ത ഒരു സമൂഹം ഏറെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ വലിയ ആശ്വാസമായിട്ടാണ് 2019 കേന്ദ്ര സർക്കാർ 10% EWS സംവരണം ഏർപ്പെടുത്തിയത്. സംവരണേതര വിഭാഗങ്ങൾക്കുള്ള EWS സംവരണം 2020 കേരളത്തിൽ നടപ്പിലാക്കി. പക്ഷേ അതിന്റെ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് അത് ആയിരക്കണക്കിന് പേർക്ക് അതിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിലായിരുന്നു. അപാകതകൾ നിറഞ്ഞ ആ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണമെന്ന് എത്രയോ കാലങ്ങളായി നാം പറയുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഓരോ 3 വർഷം കൂടുമ്പോഴും അതിന്റെ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കും. അങ്ങനെയാകുമ്പോൾ 2020 ജനുവരിയിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി. ഇപ്പോൾ 4.5 വർഷം പിന്നിടുമ്പോഴും അതിന്റെ മാനദണ്ഡങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് മറ്റൊരു അവഗണനയുടെ സൂചനയായി ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ, മറ്റ് പഠനാനുകൂല്യങ്ങൾ 80:20 എന്ന ആനുകൂല്യത്തിലൂടെ വിതരണം ചെയ്യുമ്പോൾ അതേതിരെ കേരള ഹൈക്കോടതി 2021 മെയ് മാസം 28 ഉത്തരവിറക്കി. അത് തെറ്റാണെന്നും ജനസംഖ്യാനുപാതികമായി സംവരണം നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഹൈക്കോടതിയുടെ വിധിയെ അനുസരിക്കാതെ അംഗീകരിക്കാതെ എന്റെയും നിങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് ആരുടെ വികാരങ്ങളെ പ്രീതിപ്പെടുത്താനാണ് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷനെ സംസ്ഥാനത്ത് നിയമിച്ചത്. അത് നിയമിച്ചു കഴിഞ്ഞ് നിരവധി വർഷങ്ങൾ കഴിഞ്ഞു. ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട്
13 മാസങ്ങളായി. ഞാൻ ആ കമ്മീഷൻ ശുപാർശകളിലേക്ക് ഒന്നും കടക്കുന്നില്ല, കാരണം ഇവിടെ പലരും സംസാരിക്കുന്നുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് 13 മാസമായിട്ടും അത് പ്രസിദ്ധീകരിക്കാൻ രാജ്യത്തെ മതമേലധ്യക്ഷന്മാരുമായോ സമുദായ നേതാക്കളുമായോ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് ഏറെ നിരാശാജനകമാണ്. ഒരു കാര്യം മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായ കമ്മീഷനുകൾ നിലവിലുണ്ടായിട്ടുണ്ട്. നിരവധിയായ കമ്മീഷനുകൾ, ആ കമ്മീഷനുകളുടെ നിരവധിയായ സിറ്റിങ്ങുകൾ, നിരവധിയായ വിശകലനങ്ങൾ, നിരവധിയായ റിപ്പോർട്ടുകൾ, അത്തരം ആചാരങ്ങളൊക്കെ നമ്മുടെ കമ്മീഷനുകൾ പൂർത്തിയാക്കാറുണ്ട്. അങ്ങനെ ആചാരങ്ങൾ പൂർത്തിയാക്കിയ ആ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ അലമാരയിൽ പൊടി പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ അലമാരയിൽ പൊടി പിടിച്ചുറങ്ങുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ടായി JB കൗശിക് കമ്മീഷൻ റിപ്പോർട്ടിനെ മാറ്റാം എന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഒരു താക്കീത് നൽകാനാണ് ഞങ്ങൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്.